ഹായ് എവരിവൺ, എല്ലാവർക്കും സുഖമല്ലേ? ഇത് ഈ കാണുന്ന പതാക ഒരു ദേശീയ പതാകയാണ്. നിങ്ങൾക്ക് പരിചിതമാണോ? സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ജൂലൈക്ക് മുന്നേ ഈ പതാകയെക്കുറിച്ച് യാതൊന്നും എനിക്കറിവില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചൊക്കെ അറിയാട്ടോ. ജോലിക്ക് വേണ്ടി മറ്റൊരു രാജ്യത്തേക്ക് ചേക്കേറുമ്പോൾ ആ രാജ്യത്തെക്കുറിച്ച് എല്ലാം അല്ലെങ്കിലും ആധികാരികമായ ചിലതെങ്കിലും മനസ്സിലാക്കണമല്ലോ അല്ലേ? ഇതാണ് റിപ്പബ്ലിക് ഓഫ് അർമേനിയയുടെ പതാക. യെസ്, ഞാൻ അർമേനിയ എന്ന ഒരു കൊച്ചു രാജ്യത്താണ് കേട്ടോ ഇപ്പോൾ. അർമേനിയയുടെ ക്യാപിറ്റലായ എറവാനിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. ഇവിടെ തന്നെയാണ് എൻ്റെ ജോബും. സോവിയറ്റ് യൂണിയൻ്റെ ഭരണകാലത്ത് റഷ്യൻ അധീനതയിലായിരുന്ന അർമേനിയ 1991 സെപ്റ്റംബർ 23 സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു. അപ്പോൾ ഞാൻ ജനിക്കുന്നതിന് മുന്നേ സ്വതന്ത്ര രാജ്യമായിട്ടോ. അർമേനിയ മലകളുടെ രാജ്യമാണ്. നമ്മുടെ വിശുദ്ധ ബൈബിളിൽ പറയുന്ന അരരാത്ത് പർവ്വതം എറവാനിൽ നിന്ന് നോക്കിയാൽ കാണാമെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ബട്ട് കാണണമെന്നുണ്ട്. ഞാൻ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഒത്തിരി മലകൾ കണ്ടായിരുന്നു. എയർപോർട്ടിൽ എന്നെ കൂട്ടാൻ വന്നത് MDയും മോളും ആയിരുന്നു. അവർ എനിക്ക് തൽക്കാലത്തേക്ക് വേണ്ട ഫുഡൊക്കെ വാങ്ങിച്ചു തന്നായിരുന്നു. അക്കോമഡേഷൻ ഇവർ തന്നെ സെറ്റാക്കും എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇത് വന്ന് കണ്ടപ്പോൾ ഐ വാസ് സോ ഹാപ്പി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള ഒരു സ്പേസാണ് അവർ എനിക്ക് തന്നത്. സോ താങ്ക് ഗോഡ്. നെക്സ്റ്റ് ഡേ അവർ വീണ്ടും വന്നു, എന്നെ ജോബ് സെക്ടറിലോട്ട് കൊണ്ടുപോയി. ഈവനിങ് ആയപ്പോൾ എന്നോട് ചോദിച്ചു സാറയിലേക്ക് പോകാമോ എന്ന്. ഇത് ആരാടാ സാറെന്ന് മനസ്സിലായില്ലെങ്കിലും ഞാൻ കൂടെ കൂടി. ബട്ട് സാറേൻ്റെ ഷോപ്പ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നമ്മുടെ ബ്രോഡാഡിയിലെ ബ്രാൻഡ് സാറയാണെന്നും. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ സെറ്റാക്കി തിരികെ വീട്ടിൽ വന്നു. നെക്സ്റ്റ് ഡേ ഒരു സൺഡേ ആയിരുന്നു. സോ പള്ളിയിൽ പോയി ഈശോയെ കണ്ടു, കുറേ പ്രാർത്ഥിച്ചു, മെഴുകുതിരി കത്തിച്ചു, പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു. ഈ ഫോട്ടോ കണ്ടോ? ഇത് സത്യത്തിൽ ഞാൻ തണുത്ത് വരച്ച് നിൽക്കുന്നതാട്ടോ. തണുപ്പ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ബട്ട് ഇപ്പോൾ അഡ്ജസ്റ്റ് ആവുന്നത് പോലെ തോന്നുന്നു. പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. നല്ല ചപ്പാത്തിയും ചൂര മീൻ കറിയും ഉണ്ടാക്കി കഴിച്ചു. പിന്നെ സുഖമായി കിടന്നുറങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തട്ടെ. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ ജോബ് സെക്ടറിനെ കുറിച്ച് പറയാട്ടോ. നെക്സ്റ്റ് കാണുന്നത് വരെ എല്ലാവരും സുഖമായിരുന്നോളൂ. ബൈ ബൈ.